ഹലോ. നമുക്ക് ലഹരിമുക്ത കേരളം എന്ന് പറയുന്നുണ്ട്. എവിടെ ലഹരിമുക്ത കേരളം? ഗവൺമെൻറ് തന്നെ മദ്യം വിൽക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ലഹരിമുക്താവും? ചില കഞ്ചാവ് പിടിച്ചതിൽ കൊണ്ട് എവിടെ ലഹരിമുക്താവും? മദ്യം ഒഴുകുക. ഇന്ന് കേരളത്തിൽ വെള്ളം വിൽക്കുന്നതിനേക്കാളും കൂടുതൽ മദ്യം വിൽക്കുന്നുണ്ട്. കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് എത്ര വാങ്ങിക്കുന്നത്? ഒരു പൊതിക്ക് 500 രൂപ 1000 രൂപ ഒക്കെ വാങ്ങിക്കുന്നു. ഇത് കിട്ടാതിരിക്കുമ്പോൾ അവർ മദ്യം വയ്ക്കും. മദ്യം വാങ്ങിച്ച് കഴിക്കും. അതിനും വഴിയില്ലെന്നാകുമ്പോൾ കക്കും. എവിടെ ലഹരി മുക്തം? ഇന്ന് ഒന്നാതെ നമ്മളെ ഇവിടെ ഈ മദ്യം വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും പെറ്റി അടയ്ക്കുന്നത്. ഈ ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിച്ചും കൊണ്ട് എവിടെയെങ്കിലും പോയി ഒരു സൈഡിൽ നിന്ന് കഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ തൊട്ടടുത്ത സംസ്ഥാനമുണ്ട്, ഈ തമിഴ്നാട്ടിൽ. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീവറേജിൻ്റെ ബാക്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ കുടിക്കുക, അവിടെ തന്നെ മരിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എവിടെയെങ്കിലും ഒരു പറമ്പ് ഒഴിഞ്ഞാൽ പറമ്പിൽ വെച്ച് കുടിക്കുവാണെങ്കിൽ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. ഇന്ന് ചില സമയത്തൊക്കെ ചിലയിടത്ത് വെച്ചിട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോലീസിനെ കുറ്റം പറയുന്നില്ല, പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് മദ്യം കുടിച്ചു, അതുകൊണ്ട് FIR എഴുതി 1000 രൂപ പെറ്റി. 600 രൂപേൻ്റെ മദ്യത്തിന് 1000 രൂപ പെറ്റി. സാധാരണപ്പെട്ടവനാണ് ഈ കുടുങ്ങുന്നത്. മറ്റുള്ളവർ വണ്ടിയിൽ നിന്ന് കഴിച്ച് വണ്ടി വിട്ടു പോവാണ്. ചെക്കിങ്ങായി പിടിച്ചാൽ പിടിച്ചു, ഇല്ലെങ്കിൽ വിട്ടു. സാധാരണപ്പെട്ടവൻ കുടുങ്ങുക. എവിടെ? റോഡിൽ വെച്ച് മദ്യം കഴിച്ചോ, ബസ് സ്റ്റോപ്പിൽ വെച്ച് മദ്യം കഴിച്ചോ. പിന്നെ പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ? വല്ലവൻ്റെ പറമ്പെന്ന് പറഞ്ഞാൽ പൊതുസ്ഥലമാണോ? നമ്മളെ ഗവൺമെൻറ് സാധനം വിൽക്കുന്നുണ്ട്, ആ ബില്ല് സഹിതം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊതുസ്ഥലത്ത് മദ്യം കുടിച്ചു. FIRൽ അങ്ങനെ എഴുതുന്നത്. വീട്ടിൽ പോയി കൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിലോ അവിടെ ഭാര്യയും ഭർത്താവും അടിയാം. അദ്ദേഹം വീട്ടിൽ വാങ്ങിച്ച് വെച്ചുകൊണ്ട് അടിക്കുന്നത്. ചില പെണ്ണുങ്ങൾ സമ്മതിക്കുന്നുണ്ട്, ചിലവർ സമ്മതിക്കുന്നില്ല. ചിലവർ സമ്മതിക്കുന്ന സ്ഥലത്തുണ്ട് പിള്ളേരെടുത്ത് കുടിക്കും, പിള്ളേർ മദ്യപാനിയാവും. ബീഡി സിഗരറ്റും വലിക്കുന്ന തന്തമാരത്ത് ഞാൻ പറയുമോ? നിങ്ങൾക്ക് ആ മക്കളുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളെ സിഗരറ്റും ബീഡിയും വെച്ചിരിക്കുന്നത് അവർ കക്കും, പൊക്കിയിട്ട് അവർ വലിക്കും. എന്നിട്ട് പേര് അടുത്തുള്ള കടക്കാർക്കാണ്. അവർ വിൽക്കുന്നു, അത് വിൽക്കുന്നു, ഇത് വിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഞാൻ പറയുകയാണ്, നിങ്ങൾ മദ്യഷാപ്പിൻ്റെ ബാക്കിൽ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. ഈ പൈസ പകുതി വീട്ടിലെത്തേണ്ട പൈസയാണ് ഈ പെറ്റി അടിച്ച് പോകുന്നത്. പകുതി പൈസ വീട്ടിലെത്തേണ്ട പൈസയാണ് പെറ്റി അടിച്ച് പോണത്. ഒരു കാര്യം പറയാണ്, മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് കുടിക്കുന്നില്ല, വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ബീവറേജിൽ കുടിക്കില്ല. അവർ കൂട്ടുകാരായിട്ട് മദ്യം. ഇവിടെ ടൂർ വരുന്ന പിള്ളേരൊക്കെ മദ്യമടിച്ച് അലമ്പാണ്. ചുമ്മാ തല്ലല, ചുമ്മാ അലമ്പ്. അതായത് ഞാൻ വലിയ മദ്യപാനി എന്തെങ്കിലും കൊണ്ട് കാണിക്കുക. പിള്ളേർ ഷൈൻ ചെയ്യുവാണ്. വിദേശ രാജ്യത്തൊക്കെ മദ്യപിക്കുന്നുണ്ടല്ലോ, ചർച്ചിൻ്റെ അടുത്ത് വെച്ച് മദ്യപിക്കുന്നുണ്ടല്ലോ. കനാലിൻ്റെ പോകുന്ന മീനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് അവിടെ നിന്ന് മദ്യം കുടിച്ചിട്ട് അവർ മദ്യപിച്ചിട്ട് അവരുടെ കാര്യം നടത്തി അവർ പോകുന്നുണ്ട്. പോലീസ് അവിടെ കൂടി പോവും, നോക്കുന്നില്ല.
തെറ്റ് ചെയ്യുന്നവരെ പറ്റി കൊടുക്കുന്നുണ്ട്, ക്യാമറയും ഉണ്ട്. മദ്യം കഴിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നേ. പെട്ടെന്ന് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പേടിച്ച് എല്ലായിടത്തും ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് തലയ്ക്കടി കിട്ടുന്ന പോലെയാണ് ഇപ്പോഴത്തെ മദ്യം. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളേതായാലും ഗവൺമെൻറ് ഏതായാലും വിൽക്കുന്നു, അതിനുള്ള ഒരുക്കി കൊടുക്കണം. കാരണം ഇവർക്ക് ചില സമയത്തൊക്കെ ഈ മദ്യപാനികൾ ചോദിച്ചു നോക്കുക, ചില സമയത്ത് ഇവർക്ക് പെറ്റി അടയ്ക്കാനുള്ള കാശേ ഉള്ളൂ. 500 രൂപ 800 രൂപ 900 ശമ്പളം കിട്ടും. അതുകൊണ്ട് ചെറിയൊരു ക്വാർട്ടർ വാച്ച് അടിക്കാൻ നോക്കും. അത് ശീലിച്ച് പോകുന്നതല്ലേ. ചെറുപ്പത്തിലെ ഓരോ ആൾക്കാരുടെ കൂടെ നിന്ന് ശീലിച്ച് പോവും. ഈ മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ശകലം അടിക്കാൻ തോന്നും. ഒരു ശകലം അടിക്കും. അതടിക്കുമ്പോൾ നമുക്ക് ഉന്മേഷമാണ്. അലറി കൂവി നാശാക്കി കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ശകലം കൂടി അടിക്കും. പിന്നെ ആ ശകലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശകലിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു ക്വാർട്ടറാവും. ആ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു പൈൻ്റ് ആവും. ഒരു പൈൻ്റ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, നിങ്ങളെ മദ്യം തിന്നു കഴിഞ്ഞു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഒരു പൈൻ്റ് ആവുമ്പോൾ അപ്പം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഫുള്ളാവും, ഏക്കൂല. കാരണം ബ്ലഡ് ഓട്ടം കൊടുക്കില്ല. നിങ്ങൾ അറിയാവുന്ന ഡോക്ടർമാർക്ക് ചോദിച്ചു നോക്ക്. ഈ മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഓട്ടം കൊടുക്കൂല. അപ്പോൾ ഒരു പൈൻ്റൊന്നും ഏക്കൂല. ബ്ലഡ് ഓട്ടം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ശകലം 2 സ്പൂൺ കുടിച്ചാൽ മതി. ഭയങ്കര കിക്കാവും, അവൻ നിലത്ത് വീഴും, ഛർദ്ദിക്കും. ബ്ലഡ് ഓട്ടം കൊടുക്കാത്തവന് ഒരു ഫുള്ളല്ല 2 ഫുള്ള് കുടിച്ചാൽ ഏക്കൂല. അതാണ് മദ്യം. അറിയാവുന്ന ഡോക്ടർമാർ ചോദിക്കുക. ബ്ലഡ് ഓട്ടം ഉള്ളവനാണ് പെട്ടെന്ന് കിക്കാവുന്നത്, ഇല്ലെങ്കിൽ കിക്കാവില്ല. അപ്പം നിങ്ങളെ മദ്യം തിന്നു കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ഭാര്യയായിട്ട് സംശയമാവും. ഭാര്യ വേറെ ആരെ ചിരിച്ചാൽ മതി, നിങ്ങൾക്ക് സംശയമാവും. കാരണം നമ്മളെ തെറ്റ് വിട്ടുകൊടുക്കൂല. നമ്മളെ കൊണ്ട് കഴിവില്ല, എന്നാലും നമ്മളെ തെറ്റ് വേറെ ആൾക്ക് വിട്ടുകൊടുക്കൂല. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഭാര്യമാരെ സംശയിക്കുക, അടിയാവും, പിടിയാവും, വഴക്കാവും, ഡെയിലി വഴക്കായിരിക്കും. മദ്യപാനികളെ, മദ്യമല്ല നമുക്ക് വലുത്, ജീവിതം. ഇന്ന് ഓണത്തിനും ക്രിസ്മസിനൊക്കെ മദ്യം വാങ്ങിച്ച് കഴിച്ചിട്ട് നിങ്ങൾ ആ ഓണം നിങ്ങൾ മക്കളായിട്ട് ശരിക്കിരുന്ന് കഴിച്ചിട്ടുണ്ടോ? ക്രിസ്മസിനും നിങ്ങളെ ക്രിസ്മസ് ശരിക്കും നിങ്ങൾ കൊണ്ടാടിയിട്ടുണ്ടോ? നിങ്ങൾ ആ മക്കളായിട്ടിരുന്ന് ശരിക്കിരുന്ന് കഴിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങൾ പൂസായി ലെവലായി എവിടെയും കിടക്കും. അല്ലങ്കോലപ്പെടുത്ത ഓണങ്ങൾ കൂട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, പൈസകളങ്ങ് തീർന്നു പോകും. അലങ്കോലമാക്കുക നിങ്ങളെ ഓണം, ക്രിസ്മസിന് പറഞ്ഞിട്ടുണ്ടോ വെള്ളം അടിക്കണം നിർബന്ധമാണെന്ന്? ഓണത്തിന് പറഞ്ഞിട്ടുണ്ടോ വെള്ളം അടിക്കാൻ നിർബന്ധമാണെന്ന്? നിങ്ങളെ മക്കളായിട്ട് സന്തോഷം വരാൻ വേണ്ടിയിട്ടാണ് ആഘോഷം വെച്ചിരിക്കുന്നത്. ആ ആഘോഷം നിങ്ങൾ നല്ലപോലെ മക്കളായിട്ട് സന്തോഷമായിട്ടിരിക്കണം. അല്ലെങ്കിൽ പറയുക, എൻ്റെ ദൈവമേ ഈ ഓണവും ക്രിസ്മസും വരാതിരിക്കണേ, കാരണം അന്ന് ഒരു അലമ്പുള്ള ദിവസമാണ് എന്നതുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. ഞങ്ങളാ പെരുന്നാളിന് എൻ്റെ സന്തോഷം, ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഒത്തിരി ബിരിയാണിയും കഴിച്ച് അടുത്തുള്ളവർക്കും കൊടുത്ത് അവിടെ എവിടെയും പോയി കറങ്ങി അടിച്ച് വന്നു. വല്ല ലഹളയുണ്ടോ? ബാറിൽ പിന്നെ ബീവറേജ് കോർപ്പറേഷനിൽ പോയി നോക്കി അന്ന് എത്ര മദ്യം വിൽക്കണമെന്ന്. ഇത് ഓണത്തിന് മദ്യം ഒഴുകുക, ഇത്ര കോടി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കൊരു ആഘോഷ ദിവസം എന്താണ്? അത് നിങ്ങളെ മക്കളായിട്ട് സന്തോഷമായിട്ട് ഇന്ന് ആഘോഷിക്കാനാണ്. അത് വെള്ളം അടിച്ച് തീർക്കേണ്ടതല്ല. അടുത്ത വീഡിയോ കാണാം.